ഹലോ, നമ്മൾ മൊഡ്യൂൾ 2 പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്? അതായത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകളും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഏതൊരു സ്ട്രക്ചറാണോ നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, അതായത് സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് ഐ, സിഗ്മ എം, ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള സ്ട്രക്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. ഈ 3 ഇക്വേഷൻസ് വെച്ച് മാത്രം അനലൈസ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചറുകളെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. ഇത് ഡെഫിനിഷനായിട്ട് ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ തന്നെ എഴുതുക. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഡിഫൈൻ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഓർ റിഡൻഡൻസി. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഇൻ ദ എക്സസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ദിസ് ഈസ് കോൾഡ് റിഡൻഡൻസി. ഇപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു നിർത്തിയുള്ളൂ. നമ്മളെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചറുകളെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു സ്ട്രക്ചർ നോക്കുക. ഇതിനകത്ത് 2 ഫിക്സഡ് സപ്പോർട്ടുകളാണ് 2 എൻഡിൽ. അപ്പോൾ ഒരെൻഡിൽ എന്താണ്? 3 റിയാക്ഷൻസ് വരും, അടുത്ത എൻഡിൽ 3 റിയാക്ഷൻസ് വരും, ഫിക്സഡ് ആയതുകൊണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഫോഴ്സ് ഉണ്ട് അൺനോൺ ആയിട്ട്? 6 അൺനോൺ ഫോഴ്സുകളുണ്ട്. പക്ഷേ നമുക്ക് എത്ര ഇക്വേഷൻസേ ഉള്ളൂ? 3 ഇക്വേഷൻസേ ഉള്ളൂ. അതായത് 3 ഇക്വേഷൻസും 6 അൺനോൺസും. അപ്പോൾ 3 ഇക്വേഷൻസ് 3 അൺനോൺസിന് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര അൺനോൺസ് നമുക്ക് എക്സ്ട്രാ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതിനെയാണ് പറയുന്നത് റിഡൻഡൻസി എന്ന്. അതായത് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് എക്സസ് ഇൻ ദ ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ദിസ് ഈസ് ഓൾസോ കോൾഡ് റിഡൻഡൻസി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ SI കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അത് ഒരു 4 കേസുകളുണ്ട്. സിമ്പിളാണ് ഈ കേസുകളൊക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ഫോർ ബീം. അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയേക്കുന്നതാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി SI is equal to നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കൂ. ഈ ഫിഗറിനകത്ത് ഇവിടെ ഒരു ഹിഞ്ചഡ് വിത്ത് റോളറാണ്, ഇവിടെ ഒരു ഹിഞ്ചഡ് വിത്ത് റോളർ സപ്പോർട്ടാണ്. നമുക്കറിയാം ഹിഞ്ചഡ് വിത്ത് റോളർ ആണെങ്കിൽ അതിനാകൂടിയുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ റിയാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇവിടെ P എന്ന് പറയുന്ന ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൺനോൺ ഫോഴ്സിൻ്റെ നമ്പർ എത്രയാണ്? 1, 2, 3 ആണ് നമ്മുടെ അൺനോൺ ഫോഴ്സുകൾ. അതുമാതിരി തന്നെ നമുക്കറിയാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ അൺനോൺ ഫോഴ്സ് 3 എണ്ണം ഉണ്ട്, ഇക്വിലിബ്രിയം ഇക്വേഷൻസും 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക്, അതായത് ഈ ഒരു ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്ത് എന്ത് വരും? നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സ് 3 ആണ്, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണ്. 3 - 3 = 0 ആണ് ആ ബീമിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ട്രക്ചർ നോക്കാം. അടുത്ത സ്ട്രക്ചറിനകത്ത് ഇവിടെ ഒരു ഹിഞ്ചഡ് വിത്ത് റോളറാണ്, ഇവിടെ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഹിഞ്ചഡ് വിത്ത് റോളർ ആണെങ്കിൽ ഈ ഒരു റിയാക്ഷൻസേ വരുള്ളൂ. വെറും ഹിഞ്ചഡ് ആണെങ്കിൽ എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻസും വരും, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻസും വരും. അപ്പോൾ അങ്ങനെ ഇവിടെ ടോട്ടൽ 3 നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ വേറെ എക്സ്ട്രാ ലോഡുകളൊന്നും നമുക്കിവിടെ വരുന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മുന്നത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു 3 - 3, where 3 is the unknown forces and other 3 is the number of equations. ഇങ്ങനെയാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ബീം എടുക്കുമ്പോൾ ബീമിനകത്ത് ഒന്നില്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലോഡോ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സോ ഒന്നും നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഹൊറിസോണ്ടൽ ഇക്വേഷൻസിൽ അത് സിഗ്മ FS = 0 എന്ന് പറയുന്ന സാധനം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഒന്നുകൂടി പറയാം. നമ്മളൊരു ബീം എടുക്കുകയാണ്, അതിനകത്ത് ഇൻക്ലൈൻഡ് ലോഡോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സോ തന്നിട്ടില്ല എങ്കിൽ, അതായത് ഇങ്ങനെ ചുമ്മാ ഒരു സ്ട്രക്ചർ തന്നേക്കുവാണെങ്കിൽ നമ്മൾ
ഇക്വിലിബ്രിയം ഇക്വേഷൻസിനകത്ത് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൺസിഡർ ചെയ്യേണ്ട. തൊട്ട് മുന്നത്തെ പ്രോബ്ലം നോക്കാം. ഇതിനകത്ത് ഇൻക്ലൈൻ ലോഡ് ഉണ്ട്, അതുകൊണ്ട് സിഗ്മ എഫ് എക്സ് എടുത്തു, സിഗ്മ എഫ് ഐ എടുത്തു, സിഗ്മ മൊമെൻ്റ് എടുത്തു, 3 ഇക്വേഷൻസും എടുത്തു. ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും സിഗ്മ മൊമെൻറ്റും എടുത്തു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സോ ഇൻക്ലൈൻ ഫോഴ്സോ ഒന്നുമില്ല, ഈ വെർട്ടിക്കലായിട്ടുള്ള വി എയും വി ബിയും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തെടുക്കണ്ട, സിഗ്മ എഫ് എക്സിൻ്റെ ടൈം എടുക്കണ്ട. അപ്പം നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 നിങ്ങൾ എടുക്കരുത്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 2 ഉള്ളൂ. അതാണ് ഇവിടെ 3 - 1 2 എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ അൺനോൺ റിയാക്ഷൻസ് എത്ര ഉണ്ട്, 2 ഉള്ളൂ. അപ്പം നമ്മുടെ എസ് ഐയുടെ ഇക്വേഷൻ എന്ത് വരും, 2 - 2 = 0 എന്ന് വരും. ഇതാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാനുള്ള ഇക്വേഷൻസും ജനറൽ ആയിട്ടുള്ള ബീമിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി നമ്മുടെ റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിംസ് വരുമ്പോൾ അതിലും എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണ് റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിമിൻ്റെ ഇക്വേഷൻ? SI = 3m + R - 3j. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സാണ്, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനോൺ ഫോഴ്സുകളാണ്, ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ജോയിൻസ് ആണ്. ഇത് വെച്ചുകൊണ്ട് നോക്കാം. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ, ഇവിടെ 2 റിയാക്ഷൻസ് ഉള്ളൂ, ഇവിടെയും 2 റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ R എന്ന് പറയുന്നത് 4 ആയിരിക്കും. മെമ്പർ എത്ര എണ്ണം ഉണ്ട് നോക്കിയേ, മെമ്പർ 1 2 3 മെമ്പർ. അപ്പോൾ എം കിട്ടി 3. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 എന്ന് കിട്ടും. അടുത്ത് നോക്കിക്കേ, അടുത്ത ഫ്രെയിം മെമ്പർ 10 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 മെമ്പർ ഉണ്ട്. അതുമാതിരി തന്നെ റിയാക്ഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കി. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ 3 എണ്ണം, ഇവിടെ 3, ഇവിടെ 3, 6 3 9 എണ്ണം. ജോയിൻസ് ഇവിടെ ഒരു ജോയിൻറ്റ് 2 3 4 5 6 7 8 9 ജോയിൻറ്റ്. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അത് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടും. ഇനി ഈ റിജിഡ് ജോയിൻറ്റഡ് വിത്ത് ഹിഞ്ച് എന്നുള്ളത് വലിയ കാര്യമായിട്ട് ചോദിക്കാറില്ല, എന്നാലും ഞാൻ പറയാം. ഇത് സാധാരണ നമ്മൾ മുന്നത്തെ പോണം ഫ്രെയിമിൻ്റെ അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം, 3m + R - 3j എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള സാധനമാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഹിഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. ഒപ്പം എന്തോ ഒരു ടൈം കൂടി വരും, -n - 1 എന്ന് പറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിഞ്ച് എത്ര മെമ്പറുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ 1 2 3 മെമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. ഇക്വേഷൻസ് പണ്ടത്തെ കണക്ക് തന്നെ സിമിലറായിട്ട് നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ അതിൻ്റെ. ഇനി അടുത്തത് ട്രസ് വരുമ്പോൾ, ട്രസ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് ട്രസ്സൊക്കെ പഠിച്ചപ്പം. പെർഫെക്റ്റ് ട്രസ് ആണെങ്കിൽ എന്താണ്, പെർഫെക്റ്റ് ട്രസ് ആണെങ്കിൽ m = 2j - 3, ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ m < 2j - 3, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രെസ് ആണെങ്കിൽ m < 2j - 3. ഇതാണ് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ട്രസ് ആകുമ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണാൻ വേണ്ടി ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് SI = EI + II. EI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും II എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസിയാണ്. ഒന്നുമില്ല, EI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചോണം തന്നെ, ബീമിൻ്റെ കണ്ടുപിടിച്ചോണം തന്നെ. EI = നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സ് - നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ചെയ്യാം. ഇനി II കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, m - 2j + 3. അത് അപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ ഒരു കണക്ക് നോക്കാം. നമുക്കറിയാം SI = ട്രസ് ആകുമ്പോൾ EI + II ആണ്. ഇവിടെ EI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് - നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഇവിടെ അൺനോൺ ഫോഴ്സ് ഇവിടെ 1 2 3 ഉണ്ട്. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമുക്കറിയാം 3 ആണെന്നറിയാം. അപ്പോൾ 3 - 3 0 ആയി കിട്ടി. ഇനി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഇത് ഇവിടെ ഉണ്ട്, അത് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, m - 2j + 3. മെമ്പർ എന്ന് പറയുന്നത് ഇതിനകത്ത് 6 മെമ്പറുണ്ട്, 4 ജോയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കോളും. ഇത്രയാണ് നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ളത്.